അപ്പോൾ നമുക്ക് ലോങ് ലിഫ് എടുക്കാം. ലോങ് ലിഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ലോങ് ലിഫിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ആദ്യ റൗണ്ട് എനിക്കായിരുന്നു തോക്കെടുക്കാൻ കിട്ടിയത്. എനിമി തോക്കെടുത്തു. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെടിവെക്കുകയാണ്. അപ്പോൾ വെടിവെച്ച് ആദ്യ റൗണ്ട് എനിമി സ്വന്തമാക്കുകയാണ്. അങ്ങനെ എനിമി ഒന്നും നമുക്ക് 0 കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ടാവുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ എനിമി തന്നെ പിന്നെയും എടുക്കുന്നു. അങ്ങനെ 2-0 എന്ന സ്കോർ ബോർഡിലേക്ക് കടക്കുകയാണ്. അടുത്ത നമുക്കായിരുന്നു തോക്കെടുക്കാനുള്ള അവസരം. മൂന്നാമത്തെ റൗണ്ടിൽ ഞാൻ തോക്കെടുത്ത ഡെസർട്ട് ഡീഗിൾ ഇനിയും കളി കയ്യിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കളിക്കാൻ ചേർന്നു. അങ്ങനെ ഡെസർട്ട് ഡീഗിൾ നമ്മൾ കുത്തിപ്പിടിച്ച് അങ്ങനെ നമ്മൾ 6 റൗണ്ട് അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ സ്കോർ ബോർഡ് 2-1 കഴിഞ്ഞു. അടുത്ത് നമ്മൾ പിന്നെയും ഡെസേർട്ടാണ്. അവൻ അങ്ങ് മുകളിൽ നിൽക്കുന്ന നമ്മൾ കണ്ടു. നമ്മൾ പോയി ഒരു 48 അങ്ങ് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ഫ്ലാഷ് ഒക്കെ എറിഞ്ഞ് നോക്കുകയാണ്. പിന്നെയും ഒരു 48 കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അവൻ്റെ ബാക്കിൽ പോകുന്നതാണ്. ബാക്കിൽ ചേർന്നവനെ നമ്മളങ്ങ് എടുത്തു. അതുപോലെ ഹെഡ് ഷോട്ടിലൂടെ തന്നെ 262 കൊടുത്ത ഹെഡ് ഷോട്ടിലൂടെ അങ്ങനെ 2-2 സ്കോർ ബോർഡിലെത്തി. 5ാമത്തെ റൗണ്ടും കടന്നെത്തി. ഈ തവണ അവനാണ് തോക്കെടുക്കാൻ അവസരമുള്ളത്. അവനെടുത്തത് സ്കാറാണ്. ഞാൻ സ്കാറും എടുത്താണ് ചെന്ന് വെടിവെക്കാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു 25 സ്കോപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ഡാമേജ് കൊടുക്കാനിലേക്ക് കുറച്ച് അങ്ങനെ നമ്മൾ അവനെ ഫിനിഷ് ചെയ്യുകയാണ്. അങ്ങനെ 3-2 സ്കോർ ബോർഡിലേക്ക് കംബാക്കിൻ്റെ അവസരം എത്തിക്കഴിഞ്ഞു. എനിക്കൊരു കംബാക്ക് അടിക്കാൻ കിട്ടിയ അവസരമാണിത്. അടുത്ത പിന്നെയും സ്കാർ തന്നെയാണ്. ആ സ്കാറിനെടുത്ത് ഞാൻ വെടിവെക്കുന്നു. ആ സ്കാർ എടുത്ത് അവനെ സ്കോപ്പിട്ട് അങ്ങനെ തീർക്കുന്നു. അങ്ങനെ 4-2 ഫൈനൽ റൗണ്ട് മാച്ച് പോയിന്റ് റൗണ്ട് 7 ഫൈനൽ ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അവസരമായിരുന്നു തോക്കെടുക്കാൻ. ഞാൻ എംഐടി എടുക്കുന്നു. അങ്ങനെ എനിക്ക് കംബാക്ക് അടിക്കാനുള്ള മുൾമുനയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 4-2 എന്ന സ്കോർ ബോർഡിൽ ജയിക്കാൻ ഞാൻ തൊട്ടരികിലെത്തി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബ്ലൂ ആയിട്ട് കവർ ചെയ്ത് പിടിക്കുന്നു. അങ്ങനെ ആ എനിമി തപ്പിപ്പോവാൻ എവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിമി ബാക്കിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അങ്ങ് ബാക്കിലോട്ട് പോവുകയാണ്. ബാക്കിലോട്ട് പോയി അവന് നമ്മളൊരു അടി കൊടുക്കുന്നു. അടി കൊടുത്ത് നമ്മളങ്ങനെ ഫിനിഷ് ചെയ്ത് പോയി അങ്ങ് അടിക്കുകയാണ്. ഗൈസ് ലൈക്ക് ചെയ്ത്